നമ്മുടെ സമൂഹത്തിൽ എക്സിബിഷനിസം, പ്രത്യേകിച്ച് സ്ത്രീയുടെ ശരീര പ്രദർശനം, അത് നമ്മുടെ നാട്ടിൽ പുതിയ ചില വിവാദങ്ങൾക്കും ചില പ്രശ്നങ്ങൾക്കും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ അറസ്റ്റുകൾക്ക് വരെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുണ്ടാക്കുന്ന സാമൂഹികമായ കുറെ തലങ്ങൾ കേരളീയ സമൂഹത്തിന് ബോധ്യപ്പെട്ടു. പ്രത്യേകിച്ച് ഒരു സ്ത്രീയോട് എങ്ങനെ സമൂഹം പെരുമാറണം എന്നുള്ളത് ഒരു ഭാഗത്ത്, മറ്റൊന്ന് പുരുഷൻ എന്ന് പറയുന്നത് പലപ്പോഴും വേട്ടക്കാരന്റെ പക്ഷത്ത് നിൽക്കുകയും സ്ത്രീ ഇരയുടെ പക്ഷത്ത് നിൽക്കുകയും ചെയ്യുന്ന, ഇരയായി മാറപ്പെടുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തില് സ്വാഭാവികമായും ഉണ്ടാകുന്ന സമൂഹത്തിലെ സാധാരണക്കാരിലും പ്രമുഖരിൽ വരെ ഉണ്ടാകുന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, ഇരുതല മൂർച്ചയുള്ള വാക്കുകൾ, ഇത് സൃഷ്ടിക്കുന്ന ഒരു വലിയൊരു ദുരന്തം നമ്മുടെ മുമ്പിലുണ്ട്. ഇതിന് നമ്മൾ രണ്ടു രീതിയിൽ കാണേണ്ടി വരും. ഒന്ന്, നമ്മുടെ നാടിന്റെ ഒരു കൾച്ചർ, പ്രത്യേകിച്ച് ഒരു ഭാരതീയ സംസ്കാരം അല്ലെങ്കിൽ ഒരു കേരളീയ പൈതൃകം എന്നൊക്കെ നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു ഏരിയയുണ്ട്. അതിനെ അതിജയിക്കാനോ അല്ലെങ്കിൽ അതിനോട് നേരിടാനോ എന്ന രീതിയിൽ പുതിയ മോഡേൺ വസ്ത്രധാരണകൾ, അത് ഒരു പുരുഷാധിപത്യ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ, അതിനെ പുരുഷാധിപത്യം എന്ന് വിളിക്കണോ എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അപ്പോ എങ്ങനെയാണ് ഒരു സ്ത്രീയുടെ ശരീര പ്രദർശനം, പ്രത്യേകിച്ച് അവരുടെ ആകാര വടിവുകൾ, മറ്റുള്ളതൊക്കെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം എന്നതാണ്, അതിൽ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കത് തുടങ്ങാവുന്നതാണ്. സാദിഖ് ഫൈസി പറഞ്ഞതുപോലെ ഒരു അതിശാത്മകമായി ഈ വിഷയം സമീപിക്കാൻ പറ്റില്ല. ഒരുപാട് തലങ്ങളും അടരുകളും ഈ വിഷയത്തിനുണ്ട്. വൈകാരികപരമായ ഒരു വശമുണ്ട്, വസ്തുതാപരമായ വശങ്ങളുണ്ട്. പക്ഷെ ഒരു കേസ് സ്റ്റഡി എന്നുള്ള നിലയിൽ നമ്മൾ ഈ വിഷയത്തെ എടുത്തു നോക്കിയാൽ, പൊതുവെ ഈ രോഗങ്ങൾക്ക് ചികിത്സിക്കാതെ കാരണങ്ങൾക്ക് ചികിത്സിക്കുക എന്ന് പറയുന്ന ഒരു തലം ഉണ്ടല്ലോ. സ്ത്രീ എപ്പോഴും ഒരു പ്രശ്നങ്ങളുടെ കളത്തിലും കള്ളിയിലും വരികയും പുരുഷ കേന്ദ്രീകൃതമായ സമൂഹം അതിനെ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ട് വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ് സമൂഹത്തിലുള്ളത്. പക്ഷേ സ്ത്രീ പ്രശ്നങ്ങളിൽ വരുന്നത് ഒരുപക്ഷെ ചില സന്ദർഭങ്ങളിലെങ്കിലും അവരുടെ ഒരു പ്രകൃതിദത്തമായ, അവരിൽ നിന്ന് മറ്റുള്ളവർക്ക് ലഭിക്കേണ്ട, അവർ സമൂഹത്തിന് നൽകേണ്ട ഒരു ജനുവിനായ ഫ്രെയിമിൽ നിന്ന് പുറത്തു വരുമ്പോഴാണോ എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ കാര്യം. ഈ വിഷയത്തിൽ തന്നെ സാദിഖ് ഫൈസി സൂചിപ്പിച്ച ഈ ഡെഫിനറ്റ് ഇഷ്യൂയിലേക്ക് വന്നാൽ, തീർച്ചയായും ആ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അതൊക്കെ ഒരു പണത്തിൻ്റെയും അല്ലെങ്കിൽ ആൾബലത്തിൻ്റെയും ഒക്കെ ഒരു അഹന്തയിലോ, അല്ലെങ്കിൽ എല്ലാം നിസാരം, ആകാശം വീണാൽ ഭൂമി താങ്ങട്ടെ എന്ന ഒരു തരം ഒരു ഉത്തരവാദിത്തല ഇല്ലായ്മയുടെ ഒരു മനോഭാവത്തിൽ നിന്നൊക്കെ വരുന്ന വാക്കുകളായിരിക്കാം. നമ്മളതിനോട് ഒരർത്ഥത്തിലും യോജിക്കുന്നില്ല. ആ വിയോജിപ്പ് പോലെ തന്നെ ഇവിടെ ഒരു പ്രശ്നം, ഈ വ്യവസായിയോട് വിയോജിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതിൽ ഇരയായ നടിയോടൊപ്പമാണ് എന്നാണ്, അല്ലെങ്കിൽ നടിയോട് വിയോജിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം വ്യവസായിയോടാണ് എന്ന രണ്ട് ബൈനറിക്കപ്പുറം ഇതിൽ നടുവിലൊരു വസ്തുതാപരമായ ഒരു തലം കൂടി ഉണ്ടാവണം. ഒന്നുകിൽ ആ ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഭാഗത്ത്. അതല്ല ഈ വിഷയത്തിൻ്റെ ഒരു സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആ രൂപത്തിലാണ് കാണുന്നത്. ഒന്നുകിൽ നടിയോടൊപ്പം അല്ലെങ്കിൽ വ്യവസായിയോടൊപ്പം. പക്ഷെ നടിയോടും വ്യവസായിയോടും ഒപ്പം നിന്നുകൊണ്ട് അവരോട് നമുക്കുള്ള വിയോജിപ്പുകൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇതൊരു മനുഷ്യപക്ഷം, ഒരു സാമൂഹിക പക്ഷം നമുക്ക് തീർച്ചയായും ഒരു ധാർമ്മിക പക്ഷം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും. അപ്പം അതിൻ്റെ ഒരു കാര്യം മാത്രം പറയുന്നത്, ഇവിടെ ഇത്തരം സെലിബ്രിറ്റികൾ, അവരെ ഈ വ്യവസായികൾ ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിനും അല്ലെങ്കിൽ മറ്റു ഈ ഈവൻറ്റുകൾക്കും കാര്യങ്ങൾക്കും പങ്കെടുപ്പിക്കുന്നതിന് പിറകിൽ ഒരു കൊമേഴ്ഷ്യൽ ടാർഗറ്റ് ഉണ്ട്.
കാരണം അവരുടെ മൂല്യം, ക്രൗഡ് പോളിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ശരീരവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഒരിക്കലും അവർ ഒരു വലിയൊരു ഇന്റലക്ച്വൽ ആയതിൻ്റെ പേരിലോ അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നതിൻ്റെ പേരിലോ ഒന്നല്ല ആൾക്കാർ ഒരുമിച്ച് കൂടുന്നത്. അത്തരം വലിയ വലിയ സ്കോളേഴ്സൊക്കെ വരുമ്പോൾ അങ്ങനെ വരുന്നതും പോകുന്നതും പോലും ആരും അറിയുന്നില്ല. രസം ഇവരുടെ ശരീരം തന്നെയാണ്, ഉടല് തന്നെയാണ് അവിടെയുള്ള അവരുടെ ഏറ്റവും വലിയൊരു മാർക്കറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ശരീരത്തെ ഒരു ഒബ്ജക്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു കമ്മോഡിഫിക്കേഷൻ ചെയ്തിട്ട് വസ്തുവൽക്കരണം അല്ലെ ചരക്കുവൽക്കരണം നടത്തിയിട്ട് നിങ്ങൾക്ക് ഇത്ര സമയത്തേക്ക് അത് എൻജോയ്മെന്റ് ചെയ്യാം, ആ സാന്നിധ്യം ആസ്വദിക്കാം തന്നെയാണ് കൃത്യമായി പറയുന്നത്. ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അത് കാഴ്ചയിൽ ആനന്ദമാണ്, അനുഭവിക്കാൻ ആനന്ദമാണ്. പക്ഷെ അതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റെപ്പിൽ എന്തേ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇത്തരം സെലിബ്രിറ്റികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് യൂറോപ്പോ അല്ലെങ്കിൽ അമേരിക്കയോ ലോസ് ആഞ്ചൽസോ ഒന്നുമല്ല, ഇത് കേരളമാണ്. ഇവിടെയുള്ള ഇവരെ തന്നെ ആക്ഷേപിക്കും ചിലപ്പോൾ, ഞരമ്പ് രോഗികളായ മലയാളികളെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ പാഷൻസ് മാറ്റിവെക്കാൻ പറ്റില്ല എന്നൊക്കെ. അപ്പൊ ഇത് കേരളമാണ്, മലയാളികളാണ്, അവരുടെ ഭാഷയിൽ തന്നെ ഇനിയും ഒരുപാട് പുരോഗതി പ്രാപിക്കേണ്ടവരാണ് എന്നൊക്കെ അവർ തന്നെ പറയുന്നുണ്ട്, നിജസ്ഥിതി എന്തോ ആയാലും. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഇതേപോലെയുള്ള ഒരു കൾച്ചർ കൊണ്ടുവന്നാൽ സെക്കൻഡ് സ്റ്റെപ്പിൽ രണ്ട് തരം ആളുകൾ അവിടെ വരും. ഒന്ന് ധാർമ്മികമായി അതിനെ എതിർക്കുന്ന ആളുകളും വരും, മറ്റൊന്ന് അതിൽ ഉത്തേജിതരായി അതിൽ ഒരു പല അർത്ഥത്തിൽ അതിൽ ഒരു ബൂസ്റ്റഡായി പിന്നീട് അതൊരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ വരെയായി വളർന്നിട്ട് ഒരിക്കലും ഇതേപോലെയുള്ള സെലിബ്രിറ്റികൾക്ക് നേരെ സാധിക്കാത്ത കാര്യം അത് വളരെ കേൾപ്പാൻ പേരും അല്ലെങ്കിൽ ഒരു സംരക്ഷിക്കാൻ ആളുമില്ലാത്ത പലരിലേക്കുമാണ്, പല ഇരകളിലേക്കുമാണ് അതിൻ്റെയൊക്കെ ഒരു രണ്ടാം ഘട്ടം നീളുക. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞിട്ട് ഇതിനൊരു താല്പര്യമുള്ളൂ. ഒരേ സമയം ശരീരത്തെ വസ്തുവൽക്കരിച്ച് അതിന് ഒരു വിപണന മൂല്യം നൽകി, ആസ്വാദന തലം നൽകി, രണ്ടാം ഘട്ടത്തിൽ അതിനൊരു സോഷ്യൽ ഓഡിറ്റിങ് വരുമ്പോൾ, സോഷ്യൽ ഓഡിറ്റിങ് മലയാളികളാണ്, പലതരത്തിൽ ഓഡിറ്റിങ് വരും. ലോകത്ത് ഏറ്റവും കൂടുതൽ സോഷ്യൽ ഓഡിറ്റിങ് നടത്തുന്ന ജനത മലയാളികളാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, പിന്നെ മരിയ ഷറപ്പോവ സച്ചിന് ഓർമ്മയില്ല എന്ന് പറഞ്ഞപ്പോൾ റഷ്യൻ ടെന്നീസ് താരത്തിന്റെ കമന്റ് ബോക്സിനെ മൊത്തം ചടുലക്കളമാക്കിയ മലയാളികളാണ്. അപ്പോൾ നമ്മളെന്തായാലും അത് പറഞ്ഞിരിക്കും. അപ്പോൾ അതേപോലെയുള്ള ഓഡിറ്റിങ് വരുമ്പോൾ നമ്മളെ മെന്റൽ ട്രോമയിൽ അകപ്പെടുത്തുന്നു, ആത്മഹത്യ പോലും ചിന്തിക്കേണ്ടി വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതേപോലെ ഇവരുടെ ഈ ശരീര പ്രദർശനം വഴി മെന്റൽ ട്രോമയിൽ അകപ്പെടുന്ന കുറെ ആളുകൾ ഇപ്പുറത്തും ഉണ്ട്. അപ്പൊ അതാണ് അതിന്റെ ഒരു ബാലൻസിങ് എന്നാണ് എനിക്ക് അതിന്റെ ഇതിൽ മനസ്സിലാകുന്നത്. മുഖ്താറിന് അതിന് അതിൽ എനിക്ക് 3 കാര്യം അതിൽ പറയാനുള്ളത്. ഒന്ന്, ഒരാളെ അളക്കുന്നത് അവരുടെ വസ്ത്രം, അവരുടെ സംസ്കാരം, അവരുടെ പിന്നെ രീതി, വലിപ്പമൊക്കെ നോക്കുന്നത് നമ്മൾ അവരുടെ വസ്ത്രം അളന്നിട്ടാണ് നമ്മൾ ഒരാൾ അളക്കുന്നത്. അപ്പോൾ വസ്ത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ളവർക്ക് ആർക്കും ഏത് വസ്ത്രവും ധരിക്കാം. ആ ഒരു ജനാധിപത്യ അവകാശം വകവെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഐത്തമി പറഞ്ഞതുപോലെ നമ്മൾ കേരളത്തിലാണ്, ഇന്ത്യയിലാണ്, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലല്ല നമ്മളുള്ളത്. പിന്നെ മൂന്നാമത്തെ കാര്യം സോഷ്യൽ മീഡിയനെ നമ്മൾ പറയുന്നത് അതൊരു എഡിറ്റർ ഇല്ലാത്ത മാധ്യമമാണ്. ആർക്കും എന്തും പറയാം. ആരുടെ ഫ്രസ്ട്രേഷൻ, അത് മതപരമാവട്ടെ, രാഷ്ട്രീയമാവട്ടെ, ഇനി ആരുടെങ്കിലുള്ള ഒരു വ്യക്തിവിദ്വേഷമാവട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ അക്രമവാസന, വയലൻസ്, ഇതെന്തും തീർക്കാനുള്ളൊരു ഇടമാണ് ആക്ച്വലി ഈ സോഷ്യൽ മീഡിയ. ആർക്കും എന്തും പറയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ശരീരത്തെ കമ്മോഡിറ്റി വൽക്കരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എഡിറ്റർ ഇല്ലാത്തൊരു മീഡിയ എന്ന നിലക്ക് ആരും എന്തും പറഞ്ഞു പോകും. അതായത് ഇത്തരം ഒരു കമ്മോഡിറ്റിയെ ആവശ്യപ്പെടുന്ന ഫ്രസ്ട്രേറ്റഡ് മല്ലൂസിന്റെ വീക്ക്നെസ്സിനെ ഇവര് തന്നെയാണ് മിസ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതല്ല അതിന്റെ ഒരു വശം. അങ്ങനെ വരുന്നില്ലേ? അതെ, കറക്റ്റ് അങ്ങനെയാണ്. ഇങ്ങനൊരു മാർക്കറ്റ് ഇവിടെ ഉണ്ട്, ഇത് കാണാൻ വേണ്ടി തടിച്ചു കൂടുന്ന 10,000-ങ്ങളുണ്ട് എന്ന ഒരു ബോധ്യത്തിൽ നിന്നാവും ആ കൾച്ചർ വരുന്നത്. ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി രൂപീകരിക്കുന്നവർക്കറിയാം ഇവരുടെ ഇപ്പൊ ഈ നമ്മള് കംപ്ലൈന്റ് കൊടുത്ത നടിയെ സംബന്ധിച്ച് അവരുടെ ശരീര പ്രദർശനമാണ് ഹൈലൈറ്റ് എന്നുള്ളത് ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ടീമിന് അറിയും. കേരളത്തിൽ എത്ര നടിമാരുണ്ട്. ഇപ്പൊ ഈ പരാതി കൊടുത്ത നടിയുടെ തന്നെ അവരുടെ ഒരു സ്വപ്നയും കൂടുതൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന നടി എന്നാണ്, അല്ല സോറി, ഉദ്ഘാടനത്തിന് ഒരു നടി എന്നാണ്, മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന നടി എന്നാണ്. അല്ല, അവരുടെ കലാപരമായ ടാലന്റ്, അവരുടെ മികവ്, അവരുടെ ഡീലിങ്സ്, അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അതേസമയം സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നതിന് എല്ലാവരും വിധേയരാണ്. അതാണ് അതിൻ്റെ ഒരു കാര്യം. ഇവിടെ നമ്മൾ നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നം, ഏതൊരു സാധാരണക്കാരൻ്റെയും
ലോജിക്ക് വെച്ച് സ്വാഭാവികമായും ഇത്തരം ശരീരത്തിന്റെ ആകാരവടിവുകളും മറ്റും ഒക്കെ പ്രദർശിപ്പിക്കുക. ഇപ്പൊ പുരുഷനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ പറഞ്ഞാലും ഈ പ്രകൃതിയിലെ നമ്മള് ഇപ്പൊ പറയപ്പെട്ട കണക്കുകളിലൊക്കെ പറയുന്നത് കാണാം, ഈ മുലയൂട്ടുന്ന വസ്തുക്കൾ, ജീവികൾ, പ്രസവിച്ച് മുലയൂട്ടുന്ന ജീവികൾ ഏകദേശം 6000 ചില്ലാനം ജീവികൾ ഭൂമിയിലുണ്ട്, സസ്തനികൾ. അതിൽ മനുഷ്യന്റെ മുലയൂട്ടലിനും മാത്രം ഒരു പ്രത്യേക ഈ വിടർന്നു നിൽക്കുന്ന, വികസിച്ചു നിൽക്കുന്ന, ഉന്തിത്തള്ളി നിൽക്കുന്ന എന്താ പറയാ മാറിടം ഉള്ള ഒരേ ഒരു ജീവി മനുഷ്യനാണ്. നമ്മൾ സാധാരണ ഈ ഫെമിനിസ്റ്റുകളൊക്കെ വളരെ നോർമലൈസ് ചെയ്യാൻ ഇത് പറയാറുണ്ട്. എല്ലാ ജീവികൾക്കും ഉള്ളതുപോലെ, എല്ലാ ജീവികൾക്കും ഉള്ളതുപോലെയുള്ള മുലയൂട്ടുന്ന ഒരു വസ്തു മാത്രമാണ് ഞങ്ങളുടേത്. അത് കാണുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത്ര ഇതാകുന്നത്? പ്രകൃതിയിലെ മറ്റെല്ലാ വസ്തുക്കളിൽ നിന്നും മനുഷ്യൻ വ്യത്യസ്തനാണ്. കാരണം മനുഷ്യന്റെ സ്ത്രീയുടെ മാറിടം എന്ന് പറയുന്നത്, മനുഷ്യ സ്ത്രീയുടെ മാറിടം എന്ന് പറയുന്നത് കേവലം മുലയൂട്ടുന്ന വസ്തുവല്ല, മറിച്ച് മനുഷ്യനാണ് ഈ ഭാവനാ ശക്തിയുള്ളത്. അതെ, അതായത് ഈ ടെക്സ്റ്റിനെ വായിക്കേണ്ടത് കോണ്ടെക്സ്റ്റിൽ നിന്നാണെന്ന് പറഞ്ഞതുപോലെ ഇത് ഈ കക്ഷി ചെയ്യുന്നത് ഒരു മുലയൂട്ടലാണ്, ഫീഡിംഗ് ആണ് നടത്തുന്നതെങ്കിൽ കൂടിയും അത് പ്രേക്ഷകന് ആ ഫീഡിങ്ങിന്റെ സെൻസിൽ മനസ്സിലാവണം എന്നില്ല. മനുഷ്യന് അതിനപ്പുറത്തേക്ക് ഭാവനയെ വികസിപ്പിക്കാൻ നാച്ചുറലി ഒരു കഴിവുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ തെറിയും അങ്ങനെ തന്നെയാണ്. അത് വെച്ച് പറഞ്ഞാല് ഇപ്പൊ ഇവര് ഈ മാറിടം ലൈംഗിക അവയവം ആവുന്നത് എങ്ങനെ, അല്ലെങ്കിൽ കണങ്കാലും മനുഷ്യന്റെ തുടയും ഒക്കെ എങ്ങനെ ലൈംഗിക അവയവമാവുന്നു, മുടി പോലും ലൈംഗിക അവയവമാണ് ചില മതജീവികൾക്ക് എന്നൊക്കെ പറയുന്ന ആക്ഷേപങ്ങളുണ്ട്. അതേസമയം അതിൻ്റെ ഒരു വേറൊരു വേർഷനാണ്, നമുക്കത് ഈ തെറിയുമായി കമ്പയർ ചെയ്താൽ അത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ നമ്മളൊരു തെറിയായി സമൂഹം അംഗീകരിക്കുന്ന ചില പദങ്ങൾ, നമ്മൾ തൽക്കാലത്ത് പറയണ്ട, ആ പദങ്ങൾ നമ്മൾ ഭാഷയിലേക്ക് ചേർത്ത് നോക്കിയാൽ അതിലുള്ള ഒരു പദവും ഉപദ്രവകാരിയായ പദമല്ല. ഇപ്പൊ ഉദാഹരണത്തിന് തന്നെ പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ നായ എന്നൊരു വാക്ക് ഒരിക്കലും ഒരു മോശം പദമല്ല, നല്ല ജീവിയാണ്, നന്ദിയുള്ള ജീവിയാണ്. അതേസമയം മകൻ എന്ന് പറയുന്നതും നല്ലൊരു വാക്കാണ്, അതിന്റെ ഒരു കൊളോക്കിയൽ സ്ലാങ് ആണ് മോൻ. അതേസമയം ചേർത്ത് വെച്ചാൽ പ്രശ്നമായി. ഇനി അതേസമയം തന്നെ അത് അങ്ങനെ അല്ലാത്തൊരു സെൻസിൽ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കോണ്ടെക്സ്റ്റ് ആണ് ടെസ്റ്റിന് അർത്ഥം കൊടുക്കുന്നത്. അച്ഛൻ, ബാപ്പ, തന്ത, ഓക്കെ സെയിം. നിന്റെ തല എന്ന് പറയുന്നില്ല പ്രശ്നമാണ്, തലനോക്ക് എന്ന് പറയുമ്പോൾ രണ്ടർത്ഥം വന്നു. അപ്പൊ ഈ ഒരു കോമൺ സെൻസിനെ പോലും നിഷേധിക്കുന്ന രൂപത്തിലാണ് ഇത് ലൈംഗിക അവയവമാണോ എന്ന് ചോദിക്കുന്നത്. അത് എങ്ങനെയാണോ നാം പ്രദർശിപ്പിക്കുന്നത് അതേപോലെ തന്നെ സമൂഹം കണ്ടുകൂടൂ. വേറെ നിലയിൽ സമൂഹത്തിന് കാണാൻ അധികാരമില്ല, അവകാശമില്ല എന്നെങ്ങനെ ഇവര് പറയാം? അപ്പൊ കാഴ്ചക്കാരുടെ ചോയ്സ് ആണ് ഞാനിപ്പോൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന അല്ല കണ്ടുകൊണ്ടിരിക്കുന്ന അവയവം ലൈംഗികമായിട്ടാണോ ഞാൻ നോക്കേണ്ടത്, അല്ലെങ്കിൽ അതല്ല പ്രകൃതിപരമായിട്ടാണോ നോക്കേണ്ടത് എന്നുള്ളത് ചോയ്സാണ്. ആ ചോയ്സിന്റെ മുകളിൽ കയറി ഇത് ലൈംഗികതയല്ല, ഇത് മാന്യമാണ് എന്ന് പറയാൻ ഒരാൾക്ക് പറ്റില്ല. പിന്നെ മുഖ്താർ നേരത്തെ പറഞ്ഞ അതും നമ്മൾ മെൻഷൻ ചെയ്യേണ്ട ഒരു പോയിന്റാണ്, ഡ്രസ്സാണ് സന്ദേശം. അതായത് ഈ സംവേദന ശാസ്ത്രത്തിലൊരു വർത്തമാനം തന്നെ ഉണ്ടല്ലോ, കൈമാറ്റം ചെയ്യപ്പെടുന്ന വരികളോ വാക്കുകളോ അല്ല സന്ദേശം, അതിന്റെ മീഡിയാണ് സന്ദേശം. അതേപോലെ അപ്പിയറൻസിൽ ഡ്രസ്സ് ഒരു സന്ദേശമാണ്. പിന്നെ മറ്റൊന്ന്, ഈ നടി പരാതി കൊടുത്തത് പ്രധാനമായിട്ടും അത് എനിക്ക് തോന്നുന്നത് അതൊരു പേഴ്സണൽ എനിമിറ്റിന് പുറത്തുള്ളതാണ്. അതിന്റെ പുറമുള്ള എനിക്ക് അവരുടെ ആ ഒരു ബോണ്ട് എനിക്ക് അറിയില്ല. ആദ്യമായിട്ടുള്ള ദ്വയാർത്ഥങ്ങൾ സിനിമയിലെ ഒരു പ്രധാന കോമഡി എന്ന് പറഞ്ഞ ദ്വയാർത്ഥങ്ങളാണ്. ഈ പരാതി കൊടുത്ത നടിയുടെ തന്നെ മോഹൻലാൽ നായകനായ ഒരു സിനിമയിലെ ഒരു 2-3 മിനിറ്റ് തുടർച്ചയായി ദ്വയാർത്ഥങ്ങളാണുള്ളത്. ഈയിടെ ഈ തെറിപ്പടങ്ങൾ ഒരുപാട് ഇറങ്ങുന്നില്ലേ? എത്ര തെറിപ്പടങ്ങൾ, അതായത് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട തരത്തിലുള്ള തെറിപ്പടങ്ങൾ ഒരുപാട് ഇറങ്ങുന്നത് പോലെ പറയുന്നു, അങ്ങനെ പലതും പറയുന്നത്. അപ്പൊ അത്തരം ഈ തിരക്കഥകളിൽ വരുന്ന തെറികൾ തന്നെയാണ് ഇത് തിരിച്ച്, അതായത് ഇത് ഇൻപുട്ടാണ് ഔട്ട്പുട്ടായി വരുന്നത്. അതിലൊന്നും ഇല്ലാത്ത, അതെ, അതല്ല പ്രേക്ഷകർ കാണുന്നത്. ഈ പ്രേക്ഷകർ ഈ ഇവർക്കെതിരെ അല്ലെങ്കിൽ മറ്റൊരു നടിക്കെതിരെ ഈ അശ്ലീല കമന്റുകൾ ഇടുന്ന ഈ പ്രേക്ഷകരാണ് ഈ സിനിമ കാണുന്നത്. അവര് സിനിമയിൽ അതാവാം, ലൈഫിലാവാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ ഒരു വൈരുദ്ധ്യം എവിടെയുണ്ട്? നമ്മൾ ഈ ഫിലോസഫിയിൽ തന്നെ ചിന്തിച്ചാൽ ഒരു ദ മൈമസിസ് തിയറി എന്നങ്ങനെ പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരാൾ ഒരു വേഷം അഭിനയിച്ചാൽ അത് അഭിനയമാണെങ്കിൽ കൂടിയും ക്രമേണ ആ സ്വഭാവം ഈ വ്യക്തിത്വത്തിൽ വരും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ചില നടന്മാരൊക്കെ നോക്കിയാൽ, ഇപ്പൊ കോമഡി പറയുന്ന നടന്മാർ സ്റ്റേജിൽ കയറിയാലും സീരിയസ് കാര്യം പറയുമ്പോൾ ഞാൻ പറയുന്ന സീരിയസ് ആണ് കേട്ടോ എന്ന് പറയേണ്ട അവസ്ഥയായിരിക്കും, കാരണം അവർക്കതും കോമഡിയായി മാറുന്നു. ചില വില്ലന്മാര്
സിനിമയിൽ വില്ലൻ വേഷം അഭിനയിച്ചു അവസാനം ടോൾ ബൂത്തിലെത്തുമ്പോൾ ടോൾ കൊടുക്കാൻ തയ്യാറാവാതെ പോലീസിനെ അടിക്കാനൊക്കെ പോവാണ്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇവര് സിനിമയിൽ കാണിക്കുന്ന കാര്യം അതിന്റെ പല അർത്ഥങ്ങളിൽ പുറത്ത് വരുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവിടെ നടിമാരെ ഒക്കെ പലപ്പോഴും ഈ ഉദ്ഘാടനത്തിന് വിളിക്കുന്നത്, ഇപ്പോ ഈ വിവാദത്തിലിരിക്കുന്ന ഈ നടിയുടെ ഒരു ഇത് തന്നെ പറയുന്നത്, ഇരയാക്കപ്പെട്ട നടിയുടെ പ്രശ്നം തന്നെ പറയുന്നത് പെട്രോൾ പമ്പിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി പോലും വിളിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആളുകൾ ഇവർക്കൊക്കെ എല്ലാവർക്കും അറിയാം, ഇരയാക്കപ്പെടുന്നവർക്കും അറിയാം, ആടപ്പെടുന്നവർക്കൊക്കെ അറിയാം, ഇത് വേട്ടക്കാരനൊക്കെ അറിയുന്ന ഒരു വസ്തുത ഉണ്ട്. ഇതൊരു തരം മാർക്കറ്റിംഗ് ആണ്, ഇതൊരു കച്ചവടമാണ്. അപ്പൊ ചിലരുടെ ശരീരങ്ങളെ കച്ചവടമാക്കുന്നു. ഈ ശരീര കച്ചവടത്തിന്റെ ലോകത്ത് ഏത് കോണിലെടുത്താലും ശരീര കച്ചവടത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതൊരു നിശ്ചിത പരിധിക്കപ്പുറത്തെത്തിക്കഴിഞ്ഞാൽ സമൂഹത്തിന്റെ ഒരു തരം ടോർച്ചറിങ്, നിങ്ങൾ പറയുന്ന മെന്റൽ ട്രോമയിലേക്ക് അതിനെ കൊണ്ടുപോകുന്നതാണ്. കാരണം സമൂഹം പിന്നെ ഈ ശരീര കച്ചവടക്കാരെ വേറൊരു തരത്തിലായിരിക്കും എന്താ കാണുക. ആ ഒരു പ്രശ്നം സമൂഹത്തിലെ എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ഇപ്പോ ലൈംഗിക തൊഴിലാളികളുടെ പ്രശ്നം എന്താ? ഒരു പരിധിക്ക് അപ്പുറത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താനൊരു ലൈംഗിക തൊഴിലാളി ആണ് എന്ന് സമൂഹത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ സമൂഹം ഒരു മറ്റൊരു കണ്ണിലൂടെയാണ് കാണുക. അപ്പൊ സ്വാഭാവികമായിട്ട് യഥാർത്ഥ പ്രയോഗങ്ങൾ ഉണ്ടാകും, കുത്തുവാക്കുകൾ ഉണ്ടാകും. അപ്പൊ നമ്മളത് അവിടെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇത്തരം ശരീര കച്ചവടങ്ങൾ, അത് ശരീര കച്ചവടം എന്ന് പറയുന്നത് കേവലം ലൈംഗിക വൃത്തി മാത്രമല്ല, ദൃശ്യവിരുന്ന് ഒരുക്കുക, അതായത് കഴിവുകളുടെ വിപണനം, കഴിവുകളുടെ വിപണനം, ഈ ശാരീരികമായ വടിവുകളെ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളെ ഒക്കെ എന്ത് ചെയ്യുക, കച്ചവടത്തിന് അല്ലെങ്കിൽ പ്രദർശനത്തിന് ഒരുക്കുന്ന ഒരു സംവിധാനം. അത് സ്വാഭാവികമായും സമൂഹത്തിന്റെ അത്രത്തോളം എഡ്യൂക്കേറ്റഡ് ആയിട്ടില്ലാത്ത സമൂഹത്തിൽ നിന്ന്, അല്ലെങ്കിൽ അതുപോലെ വിപണനം, ഇതൊരു തരം ചീപ്പ് വിപണനമാണ് എങ്കിൽ അതുപോലെ മറ്റൊരു വിപണനം ആഗ്രഹിക്കുന്ന മുതലാളിമാർ അതിനെ മറ്റൊരു തരത്തിൽ വിപണനം ചെയ്യാൻ ശ്രമിക്കും. ഈ ഒരു പ്രശ്നമാണ് സമൂഹത്തിൽ ഉണ്ടാകുന്നത്. അതിനെ ഇല്ലായ്മ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇവിടെ രോഗത്തിനല്ല ചികിത്സ വേണ്ടത്, അതിന്റെ കാരണങ്ങൾക്കാണ്. അതിന്റെ ഏതൊരു സാഹചര്യങ്ങളിൽ നിന്നാണ് ഇത്തരം ദ്വയാർത്ഥ പദങ്ങളൊക്കെ അത് ട്രോമയാവുന്ന തരത്തിൽ വരേണ്ടി വരുന്നത്. പിന്നെ അവരുടെ പിന്നിലുള്ള സപ്പോർട്ടേഴ്സ് ആരാണ്? ഇപ്പൊ ഈ പറയുന്ന വ്യവസായി തന്നെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കുട്ടിക്കാല അനുഭവം ഒരു നെഗറ്റീവ് ടൈമിലൂടെയാണ് പറഞ്ഞത്. അദ്ദേഹം അവിടെ വരാറുണ്ടായിരുന്നതിന്റെ താല്പര്യം മറ്റെന്തോ ആണെന്ന് പറഞ്ഞു. അപ്പൊ അതേപോലെ ഈ നടി തന്നെ ഉദ്ധരിച്ച ഒരു അവിടെ കോട്ട് ചെയ്ത ഒരു പരാമർശം, അതിലൊക്കെ ഈ നെഗറ്റിവിറ്റി നിലനിൽക്കുന്ന പരാമർശങ്ങളാണ്. അപ്പൊ അത്തരം പരാമർശങ്ങൾ നിർലോഭമായി ഇവിടെ എയറിലുണ്ട്, സോഷ്യൽ മീഡിയയിലുണ്ട്. അത് ഒരു കോണ്ടെക്സ്റ്റിൽ ആഘോഷിക്കപ്പെടുകയും മറ്റൊരു കോണ്ടെക്സ്റ്റിൽ ഈ ആദ്യം ആഘോഷിച്ച ആളുകൾ തന്നെ കൊണ്ടുപോയി എതിരെ ഭവിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കോൺട്രവേഴ്സിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഫലത്തിൽ ഈ വിഷയത്തിൽ രാഹുൽ ഈശ്വറിന്റെ ഒരു സ്റ്റാൻഡ് കൂടി പ്രധാനമാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞ പല വിഷയത്തിൽ നമുക്ക് അദ്ദേഹത്തോട് വിയോജിപ്പുണ്ട്, എങ്കിൽ കൂടിയും അദ്ദേഹം പറഞ്ഞ ഒരു പദം അവിടെ വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നു. ഡീസന്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അത് ഭാഷയിലും ഡീസന്റ് ആയിരിക്കണം, ഡ്രസ്സിങ്ങിലും ഡീസന്റ് ആയിരിക്കണം. ഡീസൻസിക്ക് ഇന്ത്യൻ കോണ്ടക്സ്റ്റിലുള്ള, മലയാളി കോണ്ടക്സ്റ്റിലുള്ള അർത്ഥം അതൊരു പക്ഷേ മുഖ്താർ പറഞ്ഞതുപോലെ സ്കാൻഡിനാവിയൻ, നോർവീജിയൻ കോണ്ടക്സ്റ്റിലുള്ള ഒരു അർത്ഥം ആവണമെന്നില്ല. അതെ, നമ്മള് എവിടെ ഉള്ളത് നമ്മൾ ജീവിക്കുന്ന സ്ഥലം ഒരു പ്രധാനമാണ്. ഇവിടെ രംഗബോധം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പുരുഷൻ അവന്റെ ലൈംഗികത പ്രദർശിപ്പിച്ചാൽ അത് സ്വാഭാവികമായും സ്ത്രീ വിരുദ്ധതയാകുകയും സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമമായി ചിത്രീകരിക്കപ്പെടും. സമൂഹം പാട്രിയാർക്കിക്കലാണ്, നിയമങ്ങൾ സ്ത്രീപക്ഷമാണ്. അതാണ് അതിന്റെ ഒരു കോൺഫ്ലിക്റ്റ് അവിടെയാണ് വരുന്നത്. അപ്പോ ഇവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സമൂഹം പാട്രിയാർക്കിലാകുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സമൂഹത്തെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ഇന്നും നമ്മുടെ സർക്കാരുകളോ സംവിധാനങ്ങളോ ശ്രമിച്ചിട്ടില്ല. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് സ്വാഭാവികമായിട്ടും വരുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഒരു സ്ത്രീ അവളുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ കാണുമ്പോൾ അതെല്ലാം അവർ ലൈംഗിക താല്പര്യത്തോടു കൂടി പ്രദർശിപ്പിക്കുന്നതാണ് എന്നുള്ളൊരു വായനയുണ്ട്. അത് ഒരു ശരിയായ, അതൊരിക്കലും അതില്ല. അവിടെ ഒരു വിഷയം, അത് ഏറ്റവും കൂടുതൽ ആരോപണം നേരിടേണ്ടി വരുന്നത് നാം മതപക്ഷം എന്ന് പറയുന്ന അവർ ആരോപിക്കുന്ന നമ്മളെപ്പോലുള്ളവരാണ്. ലൈംഗികമായി ലിംഗം കൊണ്ട് ചിന്തിക്കുന്നവർ എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളുണ്ട്. വാസ്തവത്തിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. ഒരു സ്ത്രീ, ഒരു സഹോദരി, ഒരു പെൺകുട്ടി നല്ല ഡ്രസ്സാണ് ചെയ്യുന്നത്, കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നത്,
അത് അവരുടെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രമാണ്. ഒരിക്കലും അത് സമൂഹത്തിലെ പുരുഷന്മാരെ ആകർഷിപ്പിക്കാനൊന്നുമല്ല. ആ ആർഗ്യുമെന്റുകളൊന്നും നമുക്കില്ല. അതേസമയം ചില രീതികൾ അത് അവർ കരുതാത്ത ഒരു തലത്തിൽ സമൂഹത്തെ സ്വാധീനിക്കും എന്നേ പറയുന്നുള്ളൂ. അപ്പൊ അത് ഒരു പ്രകൃതിയുടെ ദർശനം, ഒരു പ്രകൃതി മതം എന്നുള്ള നിലയിൽ ഇസ്ലാം കൃത്യമായി അതിന് ചില നിയമാവലികളൊക്കെ വെച്ചിട്ടുണ്ട്. പറഞ്ഞു വന്നാൽ സമൂഹം ഇസ്ലാം അല്ലാതെ പറഞ്ഞു വന്നാലും വാസ്തവത്തിൽ ഇസ്ലാമിന്റെ ഫ്രെയിമിലേക്കാണ് എത്തുന്നത് എന്ന് കൗതുകപൂർവ്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഈ വിഷയത്തിൽ തന്നെ ഞാൻ ഈ വിഷയം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ യേശുദാസിന്റെ ഒരു പഴയ കമന്റ് കണ്ടു. ഈ ലെഗിൻസ് ഒക്കെ പെൺകുട്ടികൾ ഉപയോഗിക്കുന്നതിനെതിരെ. ഇപ്പൊ ഉസ്താദുമാർ പോലും അത് പറയാറില്ല. അവിടെയാണ് പറയാറില്ല മീൻസ് അത് അഫോർഡബിൾ ആയി. ആ ഒരു സമയത്താണ് ലെഗിൻസ് അണിയുന്ന പെൺകുട്ടികൾക്കെതിരെ യേശുദാസിന്റെ കമന്റ് വരുന്നത്. അപ്പൊ ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടികൾ, അല്ലെ തെരുവിലൂടെ ഒരു പാരന്റിങ് ഇല്ലാതെ നടക്കുന്ന പെൺകുട്ടികൾ, അതൊക്കെ സമൂഹത്തിൽ അച്ചടക്ക ലംഘനമാണ് എന്ന് കരുതുന്ന ഒരു പൊതുബോധം തന്നെയാണ് സമൂഹത്തിലുള്ളത്. ആ പൊതുബോധം ഒരു ദർശനത്തിന്റെ പേരിൽ പറയുമ്പോൾ മതവാദമാകുന്നു. അതൊരു വ്യവസ്ഥയില്ലാതെ തോന്നിയതുപോലെ പറയുമ്പോൾ അതൊരു പൊതുബോധമാകുന്നു. അങ്ങനെയുള്ള ഒരു ആർക്കോ വേണ്ടിയുള്ള ഒരു പരിഷ്കരണ ത്വരവിടെയുണ്ട്. ഇസ്ലാമിന്റെ വസ്ത്രധാരണ രീതിയെ നമ്മുടെ പൊതുസമൂഹത്തിന്റെ പുതിയ, പ്രത്യേകിച്ച് ലിബറൽ കാലഘട്ടത്തില്, ലിബറലിസത്തിന്റെ ഈ ആധിക്യത്തിന്റെ കാലഘട്ടത്തിൽ പരിഹസിക്കപ്പെടുമ്പോഴും ചില ഘട്ടങ്ങളിലൊക്കെ ഈ തള്ളിപ്പറയുന്നവർക്ക് ഈ ഒരു ശൈലിയെ സ്വീകരിക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പോ ഈ ശരീര പ്രദർശനത്തിന്റെ പേരിൽ ഇരയാക്കപ്പെട്ട ഈ നടിയുടെ തന്നെ ഒരു ഇന്റർവ്യൂവിൽ അവർ പറയുന്നത്, എനിക്ക് ലുലു മാളിൽ പോകേണ്ടി വന്നാൽ, കൊച്ചിയിലെ ഏറ്റവും തിരക്കുള്ള ഇടത്ത് പോകേണ്ടി വന്നാൽ എനിക്ക് പർദ്ദ ഇട്ടിട്ടാണ് ഞാൻ പോകാറുള്ളത്. പറഞ്ഞപ്പോ അതിന്റെ കൂടെ വേറൊരു വശം കൂടെയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർദ്ദ ഇട്ടിട്ടാണ് ഞാൻ പോകാറുള്ളത്. കാരണം തുറിച്ചു നോട്ടങ്ങളെ പേടിക്കേണ്ടതില്ല, മറ്റു പ്രശ്നങ്ങളെ പേടിക്കേണ്ടതില്ല, സുരക്ഷിതമായി എല്ലാം കണ്ട് കംഫർട്ടായി തിരിച്ചു വരാമെന്നത്. അപ്പോൾ ഈ പറയുന്ന ആളുകൾ പോലും, അഥവാ ഈ ലിബറൽ മൈൻഡിൽ നടക്കുകയും ശരീരം പ്രദർശിപ്പിക്കാൻ മൈ ബോഡി മൈ ചോയ്സ് എന്നൊക്കെ പറയുന്ന മാന്യമായ വസ്ത്രധാരണം എന്നുള്ളത് എല്ലാ ഈ ഒരു പൊളൈറ്റായ റോയൽ സ്ഥാപനങ്ങളുടെയും ഒരു ഇറ്റിക്വിറ്റിപ്പെട്ടതാണ്. അത് ഏറ്റവും ഇപ്പോ ഈ വ്യവസായി, അതേപോലെ കേരളത്തിലെ ജ്വല്ലറികൾ തന്നെ എടുത്തു നോക്കിയാൽ ഈ അവിടെ ഈ ഷോപ്പ് കീപ്പേഴ്സ് ആയിട്ടുള്ള ലേഡീസ് സ്റ്റാഫുകൾ അത് മാന്യമായ ഡ്രസ് ആയിരിക്കണം എന്നുള്ള നിർബന്ധമാണ്. മാത്രമല്ല, സാദിഖ് വൈസി പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഒരു ഭാഗത്ത് പുരോഗമനം, സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത പുരോഗമനം പറയുകയും അതിന്റെ സെറ്റ് ബാക്കിങ്സ് അനുഭവിക്കേണ്ടി വരുമ്പോൾ പഴയ വാദങ്ങളാണ് പറയാം. ഞങ്ങളൊക്കെ സ്ത്രീകളല്ലേ, പരിഗണിച്ചൂടെ എന്ന പോലെ ചോദിക്കും. ഇരവാദം നടത്തും. ഒരു അരമണിക്കൂർ മുമ്പ് സമൂഹത്തെ മുഴുവനും അണ്ടർ എസ്റ്റിമേഷൻ ചെയ്തിട്ട് ഇനിയും നമ്മൾ 100 കൊല്ലം മുന്നോട്ട് പോവേണ്ടവരാണ്, ഇപ്പോഴും നിങ്ങളെ നോക്കി നിൽക്കാൻ ജീവിതത്തിന് വലിപ്പമില്ല എന്നൊക്കെ പറയുന്ന ആ ആളുകൾ തന്നെ കാര്യം കൈവിട്ടു എന്ന് തോന്നുമ്പോൾ പറയും ഞങ്ങളെ പരിഗണിച്ചൂടെ, ഞങ്ങൾ സ്ത്രീകളല്ലേ എന്നൊക്കെ പറയും. അതിന്റെ മറ്റൊരു വശം നമുക്ക് അതിനോട് കൂട്ടിച്ചേർക്ക് പറയാനുള്ളത്, ഈ നേരത്തെ പറഞ്ഞ നടി പരാതി കൊടുത്തു, വിത്തിൻ ഒരു 12 മണിക്കൂറിനകം ഈ വ്യവസായി അറസ്റ്റിലായി, അശ്ലീല കമ്പനീന്റെ പേരിൽ. നമുക്കറിയാം, ഏത് മിക്ക വാർത്താ ചാനലുകളുടെ ഇടയിലും വളരെ മതവിരുദ്ധമല്ല, ഒരു മതവിഭാഗത്തെ അങ്ങേയറ്റം വളരെ മോശമായി ചിത്രിക്കുന്ന എത്ര കമന്റുകൾ, ഡെയിലി 100 കണക്കിന് കമന്റുകൾ വരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പി സി ജോർജ് വളരെ മോശമായിട്ടാണ് മുസ്ലിം സമുദായത്തിനെതിരെ പറഞ്ഞത്. അവർക്കെതിരെ പരാതി കൊടുത്തു, കേസെടുത്തു, ജാമ്യമില്ലാ കേസെടുത്തു. ഇതുവരെ അതിലൊരു അറസ്റ്റ് ഉണ്ടായിട്ടില്ല. അതായത് ഉരിയാട്ടങ്ങൾ ബ്രാൻഡഡ് ആണ്, ചിലത് ഓക്കെ, ചിലത് ഓക്കെ അല്ല. ആ ഒരു വിഷയമുണ്ട്. അത് വളരെ കറക്റ്റ്. ഒറ്റ വേർഡിൽ പറഞ്ഞാൽ, ഒരു വ്യക്തിയെ ആക്ഷേപിച്ച ആള് അകത്തും ഒരു സമുദായത്തെ ഒന്നിച്ച് ആക്ഷേപിച്ച പല ആളുകളും പുറത്തുമാണ്. പോയിട്ടും കേസ് എടുത്തിട്ടും ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിട്ടും അപ്പൊ ഈ മെന്റൽ ട്രോമയൊക്കെ വളരെ സെലക്റ്റീവ് ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കേരളത്തിൽ നമ്മള് മലയാളികളെ കുറിച്ച് പറയാറുണ്ട്, കേരളത്തെ കുറിച്ച് പറയാറുണ്ട്, വളരെ സെക്കുലറാണ്, വളരെ മതേതര ബോധമുള്ളവരാണ്, വളരെ മതമൈത്രിയുള്ളവരാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വർഗീയവൽക്കരിക്കപ്പെട്ട ഒരു ജനത, അത് ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല, അതെ, ആർക്ക് വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നല്ല, കേരളത്തിന്റെ മുന്നണി സംവിധാനങ്ങൾക്കനുസരിച്ച് വോട്ടിംഗ് പാറ്റേൺ നോക്കിയിട്ട് നമുക്ക് ഇത് തീരുമാനിക്കാൻ കഴിയില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ വർഗീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനത മലയാളികളാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. ഈവൻ ഇടതുപക്ഷത്തെ സ്വാഭാവികമായിട്ടും ആളുകൾ പറഞ്ഞു വരാറുള്ളത് സെക്കുലറിസത്തിന്റെ ഏറ്റവും കൂടുതൽ വർഗീയവൽക്കരിക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാം. പെട്ടുകൊണ്ടിരിക്കുന്ന അതിന് പറയാൻ ശ്രമിക്കുന്നു. പക്ഷെ നമുക്ക് ആത്മവിശ്വാസമുണ്ട് മലയാളികൾ അങ്ങനെ ആവാതിരിക്കട്ടെ.
ഏറ്റവും കൂടുതൽ വർഗീയവൽക്കരിക്കപ്പെടുക എന്ന് പറഞ്ഞു ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വെട്ടുക കുത്തുക എന്നുള്ളത് ആ ശൈലിയല്ല, ഒരു മനോഭാവം ഇവിടെ ഇസ്ലാമോഫോബിക് ആവുക എന്നുള്ളൊരു വേർഡാണോ എന്ന് തോന്നുന്നു നല്ലത്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനനുസരിച്ചാണ് ഇപ്പോ കേരളത്തിന്റെ ഭരണകൂടം. അതായത് കേരളത്തില് എനിക്ക് തോന്നുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ പലപ്പോഴും കമ്മ്യൂണൽ ആയിട്ടുള്ള വിഷയങ്ങളെ ഉപയോഗിക്കുന്നതിന്റെ മുമ്പ് കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ ഈ വർഗീയതയെ ഉപയോഗപ്പെടുത്തുന്നത്, അഥവാ കമ്മ്യൂണൽ ആയിട്ടുള്ള ചിന്തകളെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. അഥവാ ഒരു ഭാഗത്ത് ന്യൂനപക്ഷങ്ങളെ പ്രണയിപ്പിക്കുക, മറുഭാഗത്ത് ഭൂരിപക്ഷത്തെ പ്രണയിപ്പിക്കുക, ഇത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോ കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്, കേരളത്തിലെ ഈ നിലവിലെ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ നിരന്തരമുള്ള ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുകയോ അല്ലെങ്കിൽ അതിന് കുടപിടിക്കുകയോ അതിന് അംഗീകാരം നൽകുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിൽ കേരളത്തിലുണ്ട്. അംഗീകാരം നൽകേണ്ടി വരികയോ ചെയ്യുന്ന ഒരു ദയനീയത, ദാരിദ്ര്യം ആ മുന്നണിക്ക് വന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ഇപ്പോഴത്തെ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോടോ എന്ന് പരസ്യമായി ഒരു മുൻ ജനപ്രതിനിധി വിളിച്ചു പറയുമ്പോൾ, അതിനെതിരെ പരാതി പോകുമ്പോൾ, അതിനെതിരെ കേസെടുത്തിട്ട് പോലും അയാളെ അറസ്റ്റ് ചെയ്യാൻ ഭരണകൂടം പലവട്ടം ആലോചിക്കുകയും പലവട്ടം ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. നമ്മളതിനെ ഈ ആക്ഷേപം അല്ലെങ്കിൽ വിഴപ്പലക്കലിനപ്പുറം ഇടതുപക്ഷം മനുഷ്യപക്ഷം എന്നതിൽ നിന്നും ഒരു മുസ്ലിം വിരുദ്ധ സംഘപരിവാർ രാഷ്ട്രീയത്തെ പരോക്ഷമായി അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ തന്നെ തലോടേണ്ടി വരുന്ന ഒരു നിലയിലേക്ക് ഇടതുപക്ഷം എത്തിയത്. ഇനി അങ്ങനെ ചെയ്യുമ്പോഴും ഇതൊരു വലിയ പ്രത്യാഘാതം കൊണ്ടുവരില്ല എന്ന ആത്മവിശ്വാസം ഇടതുപക്ഷ ലീഡേഴ്സ് കൊണ്ട് നടക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കും? ഇത് പ്രധാനമായിട്ടും ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നതും പോലീസിന്റെ ഒരു ഇരട്ടത്താപ്പാണല്ലോ. അപ്പുറത്ത് അത് വർഗീയ ഇഷ്യൂ അല്ലെങ്കിൽ പോലും അതിൽ ഒരു വിത്തിൻ 24 hour ആളെ അറസ്റ്റ് ചെയ്തു. അൻവറിന്റെ കേസ്, അൻവറിന് ഒരു PDPP ആക്ട് ഏത് രാഷ്ട്രീയക്കാർക്കും എതിരെയും അൻവറിനെതിരെ വൈരനിര്യാതന ബുദ്ധി മാത്രമാണ്. ഒരു 10-11-12 മണിക്കാണ് സംഭവം നടക്കുന്നത്. 4 മണിക്ക് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ഒരു 7-8 മണിയാകുമ്പോഴേക്ക് വീട്ടിലെത്തി രാത്രി അറസ്റ്റ് ചെയ്തുകൊണ്ട് പുലർച്ചെ അടക്കം എല്ലാ നടപടിയും പൂർത്തിയാക്കി ജയിലിലടച്ചു. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അതെ. അതുപോലെ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഈ പറയപ്പെട്ട പാകിസ്ഥാനിലേക്ക് പോകൂ എന്ന് പറഞ്ഞ ആക്ഷേപവും മാപ്പും ലോഡിനെ ഇറക്കുന്ന അദ്ദേഹം ഒരുപക്ഷെ പേരിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. കാരണം അതിലൊരു ബാലൻസിങ്ങിന്റെ പ്രശ്നം കൂടിയുണ്ട്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് സംഘപരിവാറിന്റെ അപ്രീതിയൊന്നും അത്ര ഭയക്കേണ്ടതില്ല. എന്നാൽ മുസ്ലിങ്ങളോട് ഞങ്ങൾ അങ്ങനെ അറസ്റ്റ് ചെയ്തല്ലോ എന്ന് പറയുന്ന ഒരു വലിയേട്ട നയം സ്വീകരിക്കുകയും ആവാം. പക്ഷെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് കിട്ടാനാണ്? കാരണം അദ്ദേഹം ഈരാറ്റുപേട്ട പോലുള്ള ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് അദ്ദേഹം മുസ്ലിം സംഘടനകളുമായി വളരെ നല്ല ബന്ധം പുലർത്തിയിരുന്നു. അദ്ദേഹം മുസ്ലിങ്ങൾ എല്ലാവരും ജനിക്കുന്നതിന് ഭീകരവാദികളാണ്, തീവ്രവാദികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. മാപ്പ് ചോദിക്കുന്നതിൽ പോലും അയാൾ കുറെ ലൂപ്പ് ഹോൾ ഇട്ടിട്ടാണ് മാപ്പ് ചോദിച്ചത്. എന്നിട്ട് കാരണം അയാളുടെ ഉള്ളിലെ ആ ഒരു കൺസെപ്റ്റ് അങ്ങനെയാണ്. പിന്നെ അതിൽ കേസെടുത്തു, അറസ്റ്റ് ചെയ്തെങ്കിൽ പോലും അയാളെ കൊണ്ട് ഒരു അറസ്റ്റ് ചെയ്യുക അല്ല പരിഗണിക്കുക എന്നൊന്നും ഉള്ളതിന്റെ ഒരു ആവശ്യം തന്നെ ഇല്ല. ഒരു പരിഹാസ്യ കഥാപാത്രമായി അദ്ദേഹം രാഷ്ട്രീയ കേരളത്തിൽ മാറിയിട്ടുണ്ട്. സ്വയം അദ്ദേഹം ചെറുതായി. പക്ഷെ നമ്മൾ ഇവിടെ തിരിച്ചറിയേണ്ടത്, ഇത് അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു, ഇവിടെ തിരിച്ചറിയേണ്ട വസ്തുത എന്ന് പറയുന്നത് പലപ്പോഴും ഭരണകൂടങ്ങളുടെ ഈ നിശ്ചിതമായിട്ടുള്ള നിലപാടില്ലായ്മ അല്ലെങ്കിൽ പലരെയും പ്രീണിപ്പിക്കുന്ന ഈ ശൈലിയാണ് പലപ്പോഴും ഇത്തരം വർഗീയ ധ്രുവീകരണങ്ങൾക്ക് അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള ചേരിതിരിവുകൾക്ക്, പ്രസ്താവനകൾക്കൊക്കെ ഇടവരുത്തുന്നത്. താൽക്കാലികമായിട്ടുള്ള ഒരു പക്ഷത്ത് ഒരു ഘട്ടത്തിൽ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാം, എന്നിട്ട് അതുകൊണ്ട് വിജയിക്കാൻ പറ്റുമോ എന്ന് പരീക്ഷിക്കാം. ആ പരീക്ഷണം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഇനി ഭൂരിപക്ഷത്തെ എങ്ങനെ പ്രീണിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. ഇങ്ങനെയുള്ള വിവിധ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ, പ്രത്യേകിച്ച് വളരെ സെക്കുലർ ആണ് എന്ന് പറയുന്ന ആളുകൾക്ക് 15 കൊല്ലം മുമ്പുള്ള ദേശീയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് നിലവിലെ കേരളത്തിലെ CPM. ഒരു സോഫ്റ്റ് ഹിന്ദുത്വ കൃത്യമായി അവർ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് ആയി മാറിയെന്ന് ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ പറയാം ആ അർത്ഥത്തിൽ. പക്ഷെ അവിടെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ഇടതുപക്ഷത്തിന്റെ പ്രത്യേകിച്ച് SFIയുടെ ഒക്കെ കീഴിൽ, നമുക്കത് പറയാതിരിക്കാൻ നിർവാഹമില്ല, നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ആൾട്രാ സെക്കുലർ ലിബറലൈസേഷൻ. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയ ദേശാഭിമാനിയുടെ കവർ, എനിക്ക് തോന്നുന്നു ലേറ്റസ്റ്റ് ഇഷ്യൂ എന്ന് തോന്നുന്നു, വിവാഹേതര
ജീവിതത്തിന്റെ ഒരു സാധ്യതയാണ്. വിവാഹം ചെയ്യൽ നിർബന്ധമാണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ പറയുന്നില്ല. വിവാഹം ചെയ്യാത്ത ഒരുപാട് ആളുകൾ എല്ലാ സമൂഹത്തിലും ഉണ്ട്. വിവാഹം ആവശ്യമുള്ളവർ ചെയ്യാം, ഇല്ലാത്തവർ ചെയ്യണ്ട. വിവാഹം ചെയ്താലും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ദമ്പതിമാർക്ക് ഉണ്ടാകും, അത് പരിഹരിക്കാവുന്നതാണ്. അതേസമയം വിവാഹേതര ജീവിതമാണ് നല്ലത് എന്ന് തുടങ്ങുന്ന ഒരു പുതിയൊരു കാഴ്ചപ്പാട്, അപ്പൊ നിലനിൽക്കുന്ന വ്യവസ്ഥയുടെ ധാർമ്മികമായ ചട്ടങ്ങളെ മുഴുവൻ പൊളിച്ചെറിയൽ ഒരു ട്രെൻഡാക്കി മാറ്റുന്ന ഒരു ആക്ടിവിസം ഈ ഇടതുപക്ഷത്തിന്റെ കുട്ടികൾ നടത്തുന്നുണ്ട്. അതിന്റെ ഒരു വിശാലമായ പതിപ്പുകളിൽ നിന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇതേപോലെയുള്ള നമ്മുടെ നാടിന്റെ കൾച്ചർ മനസ്സിലാക്കാത്ത പരിഷ്കാരങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്ത് അതിനെ എതിർക്കുന്ന ഡീസന്റ് ആവണം എന്ന് പറയുന്ന ശബ്ദങ്ങളെ മതശബ്ദങ്ങളായും ഗോത്രകാല ശബ്ദങ്ങളായിട്ടും ഇകഴ്ത്തുന്ന ഒരു ടെൻഡൻസി, അത് ദീർഘകാലാടിസ്ഥാനത്തിൽ മലയാളത്തിനും നമുക്കൊക്കെ നഷ്ടമെന്ന് വരുത്തി വെക്കും എന്നുള്ള കാര്യമാണ്.